ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ CK ചന്ദ്രബോസും ഭാര്യയും കൂടി ശിവാനിയും പ്രണവിനെയും സ്വീകരിക്കുകയാണ്. നിങ്ങൾ നല്ലൊരു ജോഡി തന്നെ, എന്തൊരു ഭംഗിയാണ് നിങ്ങളെ കാണാൻ എന്നുള്ള നല്ല നല്ല വാക്കുകൾ പറഞ്ഞതിന് ശേഷം CK ചന്ദ്രബോസിൻ്റെ ഭാര്യ പറയണേ, എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ നമുക്ക് പൂജാമുറിയിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ടാവാം എന്ന് പറയണേട്ടാ. അത് കേൾക്കുന്ന ശിവാനി ശരിയാണെന്ന്, എന്നാൽ പ്രണവും അതേ ആ ഒരു ഇതിലെ അഭിപ്രായത്തിൽ നിൽക്കണം കേട്ടോ. ഇതേ സമയം പ്രണവിനാണെങ്കിലും ശിവാനിയുടെ ആ ഡ്രസ്സിങ്ങിൻ്റെ ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ പ്രണവിന് വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ്. അത്രയും നല്ലൊരു ഭംഗിയുള്ള, എന്തൊരു ഭംഗിയാണ് തൻ്റെ വധുവാൻ പോകുന്നവൾക്ക് എന്നൊക്കെ ആ ഒരു ഇതിലാണ് പ്രണവ് നിൽക്കുന്നത്. പിന്നീട് അവർ പൂജാമുറിയിലോട്ട് കയറണം കേട്ടോ. അങ്ങനെ പൂജാമുറി ശിവാനി നിലവിളക്ക് കത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പ്രണവും ഈ ശിവാനി ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് കേട്ടോ ഈ പ്രാർത്ഥിക്കുന്നതിനിടയിൽ ആ നിലവിളക്ക് അങ്ങ് കെടുന്നത്. അത് കെടുന്നതിനോട് കൂടിയിട്ട് പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഇവരെല്ലാവരും കാണുന്നത് ഈ നിലവിളക്ക് കെട്ടിയിരിക്കുന്നു. ആ തിരി കെട്ടത് കൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സമാധാനം പോവുകയാണ്. ഈ പറയുന്ന CK ചന്ദ്രബോസിൻ്റെയും ഈ പറയുന്ന ഭാര്യയുടെയും ഒക്കെ മനസ്സമാധാനം പോയിട്ടോ. പിന്നീട് ശിവാനിക്ക് അറിയാണ്, ഈശ്വര ഇതിപ്പോൾ ദുസ്സൂചനയാണല്ലോ, ഈ വിവാഹം നടക്കില്ല എന്നല്ല ആൻറ്റി പറയുന്നത് എന്ന് പറയട്ടോ. ഇതേ സമയം പ്രണവും പറയണേ, ഇതൊരു പന്തികേടുണ്ട്, ഇതിലൊരു ലക്ഷണക്കേടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ വിവാഹം നടക്കില്ല, ഇനിയിപ്പോൾ ഇതിന് നിൽക്കാതിരിക്കുക നല്ലതെന്നൊക്കെ പറയുമ്പോൾ CK ചന്ദ്രബോസിൻ്റെ വൈരാഗ്യമുണ്ടല്ലോ, അത് തീർക്കണമല്ലോ. അപ്പോഴേക്കും അവർ കണ്ണിട്ട് കാട്ടുകയാണ്. അപ്പോഴേക്കും CK ചന്ദ്രബോസിൻ്റെ ഭാര്യ പറയണേ, ദേ മോളെ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ നിൻ്റെ തോന്നൽ മാത്രമാണ്, നീ എന്തായാലും ആ തോന്നൽ നിർത്തിയേക്ക്, നിനക്ക് തോന്നുകയാണ്. ഇത് നോക്കിയ പൂജാമുറിയിൽ ഫാൻ ഇട്ടിരിക്കുന്ന ആ ഫാനിൻ്റെ കാറ്റ് കൊണ്ടാണ് ആ വിളക്ക് കെട്ടത്. പൂജാമുറിയിൽ കയറുമ്പോൾ ഫാൻ ഓഫ് ചെയ്യണം എന്നുള്ള ആ ഒരു ഇത് നമുക്ക് ആർക്കും ഉണ്ടായില്ലല്ലോ, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ശിവാനിയോട് പറയാണ്, ഇനി ഒന്നും കൂടി തിരികെ തെളിയിച്ചേക്കെന്ന് പറയാൻ കേട്ടോ. എങ്കിലും കൂടി ശിവാനിയുടെ മനസ്സിലെ മനസ്സമാധാനം അങ്ങ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ശിവാനി ഈ ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം തിരി രണ്ടാമതും തെളിയിക്കുകയാണ്. പിന്നീട് അവർ പ്രാർത്ഥിച്ച് ഇനി വഴുകിക്കണ്ട നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം വസുന്ധരയാണ് കാണിക്കുന്നത്. വസുന്ധര അങ്ങനെ മുന്നിൽ പോകുന്നുണ്ട്. പിന്നീടാണെങ്കിൽ വസുന്ധര ഇവരെ കാണണം, അതായത് ഈ പറയുന്ന ഗൗതമിനെയും നിധിയെയും വസുന്ധര കാണാണ്. അങ്ങനെ വസുന്ധരയുടെ കളി തുടങ്ങിയിട്ട് അങ്ങനെ വസുന്ധര ഒരു അമ്പലത്തിൻ്റെ മുറ്റത്ത് ചെന്ന് നിർത്താണ്. ഇതേ സമയം നിധിയും ഗൗതമും തന്നെ കണ്ടിട്ടില്ല എന്നുള്ള ആ ഒരു ഇതോടുകൂടി വസുന്ധരയുടെ പിറകെ ചെല്ലാണ്. അങ്ങനെ വസുന്ധര അമ്പലത്തിലോട്ട് അങ്ങ് കയറി ചെല്ലാണ്. ഇതേ സമയം ഇങ്ങനെ നിധിയും ഗൗതമും പിറകെ പോവാണ്. അങ്ങനെ വസുന്ധര കുറച്ച് ചുറ്റി കളിപ്പിക്കുകയാണ്. അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ തൊട്ടില്ല എന്ന അരികെത്തിയിരിക്കുന്നു ഇവർ. എന്നാൽ ഇവരെ കണ്ടിട്ടില്ല, വസുന്ധര തങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല എന്ന ആ ഒരു ഇതോട് കൂടി പോയിട്ട് വസുന്ധര എന്ത് ചെയ്യും, അവിടെ ഒരു അമ്പലത്തിൻ്റെ പ്രാർത്ഥിക്കുന്ന ആ നടയുണ്ടല്ലോ, ആ നടയുടെ ആ ഉള്ളിലോട്ട് വസുന്ധര എങ്ങനെ കയറുന്നത് പോലെ കാണിക്കുകയാണ്. അത് കാണുന്നതിനോട് കൂടിയിട്ട് ഇവരും അവരുടെ പിറകെ പോവുകയാണ്. ഈ വസുന്ധര എന്ത് ചെയ്യുന്നു, എങ്ങോട്ടാണ് പോകുന്നു എന്ന ഭാവത്തിൽ ഗൗതമും ഇങ്ങനെ അങ്ങനെ ആ അമ്പലത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അത് 3-4 പ്രാവശ്യം ഇങ്ങനെ ചുറ്റുന്നുണ്ട് കേട്ടോ. ഇതേ സമയം വസുന്ധര പെട്ടെന്ന് നോക്കുമ്പോൾ ഇവരെ കാണുന്നില്ല. ഇവരിപ്പോൾ എങ്ങോട്ടാണ് പോയത്, എന്നെ ചുറ്റിയത്, ഞാനിവിടെ നിന്ന് തിരിഞ്ഞു വന്നപ്പോൾ ഇവരെ കാണാനില്ലല്ലോ എന്ന് പറയണം. അപ്പോഴേക്കും ഗൗതം ഇവരെ കാണുന്നില്ലല്ലോ, എങ്ങോട്ടാണ് വസുന്ധര ആൻറ്റി പോയത് എന്ന് ഗൗതമും പറയണം. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം ആ ചുമരുകൾക്ക് ഇടയിലുണ്ട്, പക്ഷെ രണ്ടുപേർക്കും കാണാൻ കഴിയുന്നില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ വസുന്ധര പിറകിലൂടെ ഇങ്ങോട്ട് വരികയാണ്. അപ്പോഴാണ് വസുന്ധര തൻ്റെ ഫോൺ എടുത്തിട്ട് ഗൗതം ഈ പറയുന്ന CK ചന്ദ്രബോസ് എവിടെ എത്തിയിരിക്കുന്നത് എന്നിങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ ഈ അമ്പലനടയുടെ തൊട്ട് മുന്നിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. നിങ്ങളെവിടെയാണ്, നിങ്ങൾ എത്താറായില്ല, എത്ര നേരമായി ഞാനിവിടെ കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഇവർ പിറകിൽ വന്ന് നിൽക്കുന്നത്. വസുന്ധര കാണുന്നത് കേട്ടോ. പിന്നീട് ഡയലോഗിന് യാതൊരു കുറവും വരുത്തില്ല. എത്ര നേരമായി നിങ്ങളെ ഞാൻ കാത്തു നിൽക്കുന്നു, എന്നിട്ട് നിങ്ങൾ എവിടോട്ടാണ് പോയത്, നിങ്ങൾ കാണുന്നില്ലല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് അത് കേട്ട ഉടൻ തന്നെ ഇവർ അപ്പോൾ ഇവിടത്തെ വെച്ചിട്ട് തന്നെയാണ് എന്തായാലും വിവാഹം നടക്കുന്നത്, എന്തായാലും നമുക്കിവിടെ നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ നിൽക്കുമ്പോൾ വസുന്ധര കുറച്ച് മുന്നിലോട്ട് അങ്ങ് വരികയാണ്. വസുന്ധരയെ കണ്ട ഉടൻ തന്നെ നിധി പറയണം, അയ്യോ അവർ നമ്മുടെ അടുത്തോട്ടാണല്ലോ വരുന്നത്, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ അമ്പലത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു റൂമുണ്ടല്ലോ, വിഗ്രഹങ്ങളൊക്കെ ഇരിക്കുന്ന ആ റൂം, അതിനുള്ളിലോട്ട് അങ്ങ് കയറുകയാണ് കേട്ടോ. നമുക്ക് ഇതിനുള്ളിലോട്ട് തൽക്കാലം കയറാമെന്ന് പറയണേ. ഇതേ സമയം ഇവർ ഈ വാതിൽ ചെറുതായിട്ട് ഇങ്ങനെ നടയുടെ വാതിൽ ചെറുതായിട്ട് ഇങ്ങനെ ചാരി വെക്കും. പക്ഷേ വസുന്ധരയുടെ കെണിയാണെന്ന് ഇവരെ അറിയില്ല. അങ്ങനെ വസുന്ധര ഇവരെ അങ്ങ് ചാരി വെക്കുന്നതിനോട് കൂടി വസുന്ധര പുറത്ത് നിന്ന് അങ്ങ് അടക്കാണ്. ഇതേ സമയം നിധിയും ഗൗതമും ഇത് ആരാണ് ഇപ്പോൾ അടച്ചത് എന്ന് പറയണം. അപ്പോഴാണ് ഗൗതമിന് ചതി മനസ്സിലാവുന്നത്, തൻ്റെ അമ്മ തന്നെ കണ്ടിട്ട് മനഃപൂർവ്വം അടച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് തവണ തുറക്കി എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നിധി പറയാണ്, ഞങ്ങൾ എടുത്ത് തെറ്റുപറ്റി, അവർ നമ്മളെ കണ്ടിട്ടുണ്ട്, പക്ഷേ നമ്മളത് മനസ്സിലാക്കിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഇവിടെ തന്നെ ഗൗതം പറയും, ഇനി എന്താ ചെയ്യുക, ഇവരുടെ ലൊക്കേഷനും കാര്യങ്ങളും കണ്ടെത്താൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവർ കഥകൾ ഒരുപാട് തട്ടുന്നുണ്ട്. ആരുമില്ലേ, ഇതൊന്ന് തുറന്നതാ, ആരുമില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഒഴിഞ്ഞ അമ്പലമാണ്, അതിൽ അധികം ആളുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ
നിധി വന്ന് കയറിയ ഉടൻ തന്നെ പറയുന്നുണ്ട്, ഈ അമ്പലത്തിലാകെ ആളുകൾ വരവ് കുറവാണ്, അതുകൊണ്ട് മനഃപൂർവ്വം ഇവർ ഈ ഒഴിഞ്ഞ അമ്പലത്തിൽ വന്ന് വിവാഹം നടത്തുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് തവണ ഗൗതമും നിധിയും വിളിച്ചു നോക്കാണ്. അങ്ങനെ പിന്നീട് നിധിയുടെ ഫോൺ അടിക്കുകയാണ് കേട്ടോ. അപ്പം നിധി ഇത് വസുന്ധരാൻ്റെ ആണല്ലോ എന്ന് പറഞ്ഞ് നിധി ഫോൺ എടുക്കുകയാണ്. അങ്ങനെ നിധിയോട് പറഞ്ഞ് എന്താടി വിചാരിച്ചിരിക്കുന്നത്, ഒരിക്കലും നിനക്ക് എൻ്റെ ലക്ഷ്യത്തിൻ്റെ മുന്നിലോട്ട് നിനക്ക് നീങ്ങാൻ പറ്റില്ല. ഞാനൊരു കാര്യം മുന്നിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നടത്തുക തന്നെ ചെയ്യും. ഒരിക്കലും നിനക്ക് എൻ്റെ മുന്നിൽ എത്താൻ പറ്റില്ല എന്ന് പറയണം. അപ്പോൾ ഈ ഒരു ഫോൺ കോൾ ഗൗതമിന് കേൾക്കുന്ന വിധത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നീടാണെങ്കിൽ ഇങ്ങനെ ഉണ്ടായ ആ കാര്യങ്ങൾ പറയണേ. അതായത് വസുന്ധര ഇങ്ങനെ നീങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഗൗതമിൻ്റെ കാറ് പിറകിൽ വരുന്നത് ഈ ക്ലാസ്സിലൂടെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ നിങ്ങളെ കണ്ടുപിടിച്ച് മനഃപൂർവ്വം ഞാൻ ഈ ഒഴിഞ്ഞ അമ്പലത്തിൽ കയറിയതാണ്. ഒരിക്കലും പ്രണവിനെയും ശിവാനിയുടെയും വിവാഹം മുടക്കുക എന്നുള്ളത് അത് നിങ്ങൾക്ക് നടക്കാത്ത കാര്യമാണ് എന്നൊക്കെ വസുന്ധര പറയുമ്പോൾ ഗൗതം ശരിക്കും അമ്പിളി പറ്റിയതുപോലെ നിൽക്കണം കേട്ടോ. ഇതേ സമയം നിങ്ങളവിടെ നിൽക്കുക, നിങ്ങളെ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ആ അമ്പലത്തിൽ കയറിയത്, നിങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ഫോൺ കോൾ ചെയ്തത്, നിങ്ങളെ മനഃപൂർവ്വം ഞാൻ കുടിക്കുക, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയാൻ. ഈ സമയം ഇവിടെ പാറുവിനെയും ഗോപിയാണ് കാണിക്കുന്നത്. പാറുവും ഗോപിയും തമ്മിൽ സംസാരിക്കുകയാണ്. പാറുവും ഗോപിയും പറയും, എത്ര നേരമായി നമ്മുടെ ഗൗതമൻ പോയിട്ട് ഇതുവരെ ഒരു വിളി പോലും വന്നില്ലല്ലോ. അപ്പോൾ പാറു പറയുന്നത് ശരിയാണ്, വിളി വന്നില്ലല്ലോ, നമുക്കൊന്ന് വിളിച്ചു നോക്കാം, എന്തായാലും നിങ്ങളൊന്ന് വിളിച്ചു നോക്കുക, എന്തായാലും അവരുടെ വിവാഹം നടക്കും, എനിക്കൊരു സമാധാനവുമില്ല, യാതൊരുവിധ സ്വസ്ഥതയും സമാധാനവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സങ്കടപ്പെടുകയാണ്. അങ്ങനെ ഫോൺ എടുത്ത് വിളിക്കണം കേട്ടോ. അപ്പോൾ ഇവരാണെങ്കിലോ ആ ഒരു റൂമിൽ കുടുങ്ങിയത് കൊണ്ട് തന്നെ ഇവരിങ്ങനെ വിളിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. ആരെങ്കിലും തുറക്കൂ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴാണ് കേട്ടോ തൻ്റെ ഫോൺ അടിക്കുന്നത്. അങ്ങനെ ഗൗതം പറയണേ, അച്ഛനും അമ്മയാണല്ലോ എന്ന് പറയണേ. അങ്ങനെ മക്കളെ നിങ്ങൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഞങ്ങളെ വസുന്ധര ആൻറ്റി ഈ ഒരു അമ്പലത്തിൽ കുടുക്കിയിട്ടിരിക്കുകയാണ്, പുറത്തു നിന്ന് ലോക്ക് ചെയ്തിരിക്കുന്നത്, ഈ വാതിൽ എത്ര അടിച്ചിട്ടും തുറക്കുന്നില്ല എന്ന് പറയുമ്പോൾ പാറു ഈശ്വര പെട്ടല്ലോ, ഇനി എന്ത് ചെയ്യും എന്ന് പാറു പറയാണ്. അപ്പോൾ ഉടൻ തന്നെ നിധി പറയണേ, അമ്മ ടെൻഷൻ ആവണ്ട, ഞങ്ങളൊരു ലക്ഷ്യത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും, അമ്മ ഒരിക്കലും പേടിക്കണ്ട, ഈ വിവാഹം നടക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ആര് വാതിൽ തുറന്നു തരാനാണെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അറിയില്ല അമ്മേ, എന്തായാലും ദൈവമുണ്ടല്ലോ, ദൈവം എല്ലാം കാണുന്നുണ്ടല്ലോ എന്ന് പറയണം. അപ്പോൾ ഇവർക്ക് നേർക്ക് മുന്നിൽ തന്നെ ദൈവത്തിൻ്റെ ആ വിഗ്രഹം ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം അറിയില്ല അമ്മേ, ഈ വസുന്ധര ആൻറ്റി ഞാൻ അമ്മയെന്ന് വിളിച്ചിരിക്കുന്ന അവർ ഇത്രയും വലിയ ഭീകരയുള്ള സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും അവരുടെ പിറകെ ഞങ്ങളുണ്ടെന്ന് അവർ ഞങ്ങളെ കണ്ടിട്ട് ഞങ്ങൾക്കത് അറിയാനും കഴിഞ്ഞില്ല. എന്തായാലും ഇവിടെ കുടുങ്ങിയിരിക്കുന്നു, രക്ഷപ്പെടാൻ കഴിയുമെന്ന് നോക്കട്ടെ. അപ്പോൾ ഗോപി പറയണേ, ഒരു ഭാഗവും ഇല്ലെങ്കിൽ നിങ്ങളെ എന്നെ വിളിക്കുമെന്ന് പറയട്ടെ. അങ്ങനെ വീണ്ടും കഥകളിങ്ങനെ തട്ടുന്നുണ്ട്. ആ ഒരു വിഗ്രഹത്തിൻ്റെ പിറകിൽ ചെന്നിട്ട് അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു പുറത്തോട്ട് കടക്കാൻ ഒരു ഒഴിവുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്തിട്ടും പറ്റുന്നില്ല. അങ്ങനെ അവർ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ നിൽക്കണം. അപ്പോഴാണ് നിധിൻ്റെ ഫോൺ കോൾ വരുന്നത് കേട്ടോ. അങ്ങനെ നിഖിലിൻ്റെ ഫോൺ കോൾ. അങ്ങനെ നിഖിലിൻ്റെ ഫോണാണെന്ന് കാണുമ്പോൾ നിധി പറയണത് നിഖിലാണല്ലോ. അപ്പോൾ നിഖിൽ ഇങ്ങനെ ഫോണല്ല വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് വിടുകയാണ്. നിഖിൽ, ചേച്ചി ഇവിടുന്ന് രേണുകാൻറ്റി ഇറങ്ങിയിട്ടുണ്ട്, അവരുടെ ലൈവ് ലൊക്കേഷൻ ഞാൻ ഓണാക്കിയിട്ടുണ്ട്, പോരാത്തതിന് അവർ പോകുന്ന ഓട്ടോയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, ഇത് രണ്ടും ചേച്ചിയുടെ വാട്സപ്പിൽ ഇത് സെൻഡ് ആക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടായിരിക്കട്ടെ. അപ്പോൾ ഗൗതം കേൾക്കി നിധി ഇത് ഓണാക്കണം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിധിക്ക് സമാധാനമാണ്. അപ്പോൾ ഗൗതം പറയണേ, എന്താണെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാലല്ലേ നമുക്ക് ഈ പറയുന്ന പ്രണവിൻ്റെ വിവാഹം മുടക്കാൻ കഴിയുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ വീണ്ടും കഥകിൽ തട്ടിയിരിക്കുകയാണ്. ആരെങ്കിലും ഒന്ന് തുറക്കൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ തട്ടുന്നുണ്ട്. എന്നാൽ ഈ സമയം ഇങ്ങനെ കാണിക്കുന്നത് ശിവാനിയും പ്രണവിനെയാണ്. അപ്പോൾ ശിവാനി ആകെ ടെൻഷനായിരിക്കുകയാണ്, പ്രണവും ആകെ ടെൻഷനായിരിക്കുകയാണ്. അപ്പോൾ ശിവാനി ടെൻഷനാവുന്നത് ഈ നിലവിളക്ക് കെട്ടതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിധി പറഞ്ഞ ആ വാക്കുകളാണ് ശിവാനിയുടെ മനസ്സിൽ ഇങ്ങനെ ആഞ്ഞടിച്ച് വരുന്നത്. എനിക്ക് എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഈ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. ഞാൻ ഈ നിധി ഇരിക്കുമ്പോൾ ഒരിക്കലും ഗൗതമിൻ്റെ കുടുംബം തകർക്കാൻ ഇനി ഞാൻ സമ്മതിക്കില്ലടി എന്നത് ഓർമ്മ വരുന്നു. നിലവിളക്ക് കെടുന്നു, ഇതൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ പേടി വരികയാണ്. അപ്പോൾ അതിങ്ങനെ CK ചന്ദ്രബോസിൻ്റെ ഭാര്യ ശ്രദ്ധിക്കുകയാണ്. എന്താ മക്കളെ നിങ്ങളുടെ മുഖത്തൊരു ടെൻഷൻ, വിവാഹത്തിൻ്റെ അന്ന് എല്ലാവർക്കും വലിയ സന്തോഷമാണല്ലോ ഉണ്ടാവുക, ഇന്നെന്താ ടെൻഷൻ എന്ന് ചോദിക്കുമ്പോൾ നിധിയെ കുറിച്ചിട്ടുള്ള ആ സത്യം ശിവാനി വെളിപ്പെടുത്തുകയാണ്. ഈ വിവാഹം നടക്കില്ലേ, അതിൻ്റെ സൂചന ദൈവം പോലും കാണിച്ചു തന്നു, അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട്. അപ്പോൾ പ്രണവ് പറയണേ, എനിക്കും പേടിയുണ്ട്, ആ സമയം വന്ന് ആരെങ്കിലും വിവാഹം മുടക്കുമോ എന്നൊരു പേടി എനിക്കുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഫാൻ ഇട്ടത് കൊണ്ടാണ് ലൈറ്റ് അണഞ്ഞതെന്ന്, നിലവിളക്ക് അണിഞ്ഞതെന്ന്, പിന്നെ എന്താ നിങ്ങൾക്ക് പ്രശ്നമാക്കാനുള്ളത്, അതൊന്നും വിഷയമാക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ.
അപ്പോൾ എന്തായാലും ഗൗതം ഇങ്ങനെ ആഞ്ഞടിച്ചും കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പൂജാരി ഇങ്ങനെ പൂജ ചെയ്യുന്ന ആ ഒരു നടയിൽ ഇങ്ങനെ ഗൗതം ഇങ്ങനെ ആഞ്ഞടിക്കണം കേട്ടോ. ആ ഒരു സീൻ വരായിരിക്കും ഇന്ന് വരാനിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.